തെരഞ്ഞെടുപ്പ് വരുന്നു. CPMൻ്റെ ലക്ഷ്യം വിജയം മാത്രം. ജയിച്ചാൽ മതി, മാനദണ്ഡങ്ങൾ വേണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു സഖാവ് പറഞ്ഞത്. ഓരോ നിയമസഭാ നിയോജക മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഒറ്റ കാര്യമേ നോക്കുകയുള്ളൂ, ഈ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥി വിജയിക്കുമോ. പഴയ MLA ജയിക്കാൻ സാധ്യതയുള്ളതാണെങ്കിൽ അയാൾ തുടരട്ടെ എന്ന് തീരുമാനിക്കും. പഴയ MLA ജയിക്കില്ല എന്നാണ് ജനങ്ങൾ പറയുന്നതെങ്കിൽ അയാളെ മാറ്റും. അതിന് പകരം പുതിയ സ്ഥാനാർത്ഥികൾ വരും. 3 വട്ടം 4 വട്ടം ഒക്കെ മത്സരിച്ച ആളുകൾക്കും ഇത്തവണ മത്സരിക്കാമെന്നാണ് അർത്ഥം. കഴിഞ്ഞ തവണ CPMൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 2 വട്ടം തുടർച്ചയായിട്ട് വിജയിച്ചവരുണ്ടെങ്കിൽ മാറണം എന്നുള്ളതായിരുന്നു. അങ്ങനെ മാറിയതിൻ്റെ ഫലമായിട്ട് പലയിടങ്ങളിലും പ്രമുഖരായിട്ടുള്ള പല നേതാക്കൾക്കും മാറി നിൽക്കേണ്ടതായിട്ട് വന്നു എന്ന്. അത് CPM ഉണ്ടാക്കിയ ക്ഷീണം, പിണറായി വിജയൻ സർക്കാരിനുണ്ടാക്കിയ ക്ഷീണം വലുതായിരുന്നു എന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു. മാനദണ്ഡങ്ങൾ നല്ലതാണ്. മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും ആ മാനദണ്ഡം ഒരേപോലെ ബാധകമാക്കേണ്ടതാണ്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ തവണയും ഇന്നും എന്നും ഒക്കെ ഒരാൾ മാനദണ്ഡത്തിന് വിധേയമല്ല. അത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ ഇളവുകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ മറ്റു സഹാക്കൾ ചോദിക്കും, ഞങ്ങൾക്കെന്തേ ഇളവില്ലാത്തത് എന്നുള്ളത്. അപ്പോൾ മാനദണ്ഡങ്ങളുണ്ടെങ്കിൽ ആ മാനദണ്ഡങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ബാധകമല്ല എങ്കിൽ പാളയത്തിൽ തന്നെ പട ഉയരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഈ വർഷം അതെല്ലാം എടുത്ത് മാറ്റുകയാണ്. കാരണം ഈ വർഷം ഒറ്റ അജണ്ടയേ ഉള്ളൂ, എങ്ങനെ തിരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളത്. അതിനെന്ത് ചെയ്യാമോ അതാണ് ആത്യന്തികമായിട്ട് CPMൻ്റെ രാഷ്ട്രീയ തന്ത്രം. ആ തന്ത്രം വിജയകരമായിട്ട് പയറ്റാൻ കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിലെത്താം, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കാം.